MLM ഉണ്ട്, ഇ-കൊമേഴ്സ് ഉണ്ട്, അതേപോലെ തന്നെ വെൽനസ് ഉണ്ട്. ഈ 4 ഇൻഡസ്ട്രിയും വരും കാലങ്ങളിൽ വലിയ ഗ്രോത്ത് ഉണ്ടാവുന്ന ഇൻഡസ്ട്രികളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തരം കമ്പനികളിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് ആദ്യത്തെ 90 ദിവസം, ആദ്യത്തെ ദിവസങ്ങൾ മാത്രമല്ല ചെയ്യണം. പക്ഷെ എങ്കിലും ആദ്യത്തെ 90 ദിവസങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ്. ഈ 90 ദിവസങ്ങളിൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം, അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്തിരുന്നു എന്നൊക്കെ നമുക്ക് വിലയിരുത്താനും ഇനി നമ്മൾ എങ്ങനെ മുന്നോട്ട് പോകാനൊക്കെ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് നമ്മൾ ഒന്ന് നോക്കാൻ പോകുന്നത്. അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം, പ്രധാനമായിട്ടും നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കേണ്ട അല്ലെങ്കിൽ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ 7 കാര്യങ്ങളാണ്. 7 തിങ്സ് ടു ഫോളോ ഇൻ ദ ഫസ്റ്റ് 90 ഡേയ്സിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു 90 ദിവസവും ഒരു മണിക്കൂറും ഒരു സെക്കൻഡ് ഒരു മിനിറ്റ് ഒന്നും കളയാതെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു ദിവസം പോലും ഇടവിടാതെ നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ്. അതിൽ ഫസ്റ്റത്തെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അറ്റൻഡ് ഓൾ ഓൾ മീറ്റിംഗ്സ് എന്ന് പറയാം. കാരണം ഇന്നിപ്പോ ഇവിടെ ഒരു 7am അല്ലേ, ഇതിൽ 500 പേര് ജോയിൻ ആയി. അപ്പൊ ഈ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിക്കൊണ്ട് ഇതിന്റെയും കൂടിയാണ് 7am. നമ്മൾ രാവിലെ സ്റ്റാർട്ട് ചെയ്യുന്നത് 7am. അപ്പൊ 7am നിന്ന് തന്നെ തുടങ്ങാം. ഈ ഒരു 7am അല്ലെങ്കിൽ എല്ലാ ഇവന്റ്സും എല്ലാ ട്രെയിനിങ്സും നമ്മൾ അറ്റൻഡ് ചെയ്യണം. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്നത് 7am അല്ലേ, രാവിലെ തന്നെ നമുക്ക് ഈ ഒരു കൺസെപ്റ്റ് സ്റ്റാർട്ട് ചെയ്യണം. നമ്മുടെ ഷോപ്പ് നമ്മൾ തുറക്കുകയാണ്. നമുക്ക് ഓരോരുത്തർക്കും കിട്ടിയിട്ടുള്ള ഈ ഒരു ബിസിനസ്സിൽ നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്ന കാര്യം 7am അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ്. ഈ 7am നമുക്ക് കുറെ ഗുണങ്ങൾ കിട്ടുന്നുണ്ട്. ഒന്നെന്താണ്, നമുക്ക് പേഴ്സണൽ ആയിട്ട് പ്രൊമോട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വീട്ടമ്മമാരാണ് അല്ലെങ്കിൽ വേറെ ജോലി ചെയ്യുന്ന ആളുകളാണ്, നമുക്ക് ബിസിനസ്സുമായിട്ട് എങ്ങനെ മുന്നോട്ട് പോകണം എന്നറിയില്ല, എന്താണ് ബിസിനസ്സിൽ ചെയ്യേണ്ടതെന്ന് അറിയില്ല, അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്ന ആ ഒരു മൈൻഡ്. സാധാരണ എല്ലാവരും ചിന്തിക്കുന്നത് പഠിക്കുക, ജോലി വാങ്ങുക അല്ലെ, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ എന്താണ് ജോലി ഉള്ളത് ആ ജോലികൾക്ക് പോവുക. ഇതായിരിക്കും ഏതൊരു സാധാരണക്കാരനും ബേസിക് ആയിട്ട് നമ്മൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ബിസിനസ് അധികം ആരും ഏറ്റെടുക്കാറില്ല. കാരണം എന്താണ്, അത് ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് വേണം, അത്രയും ക്യാഷ് നമ്മുടെ കയ്യിൽ ഉണ്ടാവണമെന്നില്ല, അല്ലെങ്കിൽ അത് എങ്ങനെ ചെയ്യണമെന്ന് നമുക്ക് അറിയില്ല, അതിനെക്കുറിച്ച് നമ്മൾ പഠിച്ചിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ബിസിനസ് ചെയ്യുന്ന ആളായിട്ട് മാറാൻ നമ്മുടെ പേഴ്സണാലിറ്റി നമ്മൾ ഡെവലപ്പ് ചെയ്ത് ആ ഒരു ബിസിനസിന്റെ ചിന്താഗതിയിലേക്ക് നമ്മൾ നോക്കിയിരിക്കണം. അത് മാറ്റിയെടുക്കുന്ന സമയത്ത് നമ്മളിവിടെ എല്ലാം പഠിച്ചുകൊണ്ടല്ല നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ട്രെയിനിങ്ങുകളിലൂടെയാണ് നമ്മളെല്ലാം ഡെവലപ്പ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പൊ ഈ 7am നമുക്ക് പേഴ്സണൽ ആയിട്ട് നമ്മളെ പ്രൊമോട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതേപോലെ തന്നെ പേഴ്സണൽ ആയിട്ട് നമുക്ക് സ്കില്ല് ഡെവലപ്പ് ചെയ്തെടുക്കാൻ അല്ലെ, ഒരാളോട് സംസാരിക്കാൻ. ഇപ്പൊ ഞാൻ എന്റെ ആദ്യത്തെ സെഷനൊന്നും ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. കാരണം ഇത്രയൊന്നും സംസാരിക്കില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യണം നമുക്കറിയില്ല, അല്ലെങ്കിൽ എന്താ പറയാ, ആദ്യത്തെ MC എന്ന് പറയുന്നത് ഞാൻ നോട്ട്ബുക്കിൽ എന്ത് പറയണം എന്നുള്ളത് ഡയറിയിൽ എഴുതി വെച്ച് ഫോണിന്റെ പുറകിൽ വെച്ച് വായിച്ചിട്ടാണ് ആദ്യത്തെ MC ചെയ്തത്. ആദ്യത്തെ സെഷൻ ചെയ്തത് അങ്ങനെയായിരുന്നു. എന്താണ് സെഷൻ ചെയ്യേണ്ട ആ ടോപ്പിക് ഒക്കെ നമ്മൾ എഴുതി വെച്ചിട്ട് അതിങ്ങനെ ഫോണിന് പുറകിൽ ഇരിക്കും, എന്നിട്ട് നമ്മൾ അത് വായിച്ചിട്ട് അല്ലെങ്കിൽ അതിൽ നോക്കിയിട്ടൊക്കെ പറയുന്ന ഒരു സിറ്റുവേഷൻ. പക്ഷെ ഇന്ന് അതിൽ നിന്നൊക്കെ കുറെ മാറിയിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ ഈ ഒരു 7am പ്രാക്ടീസ് ചെയ്തിട്ട് നമ്മൾ നേടിയെടുത്തിട്ടുള്ള സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മൾ കുറെ ആശയങ്ങളും പഠിക്കുന്നു, മനസ്സിലാക്കുന്നു, ചെയ്യാൻ നമ്മൾ തയ്യാറാവുന്നു. അതൊക്കെ നമുക്ക് കിട്ടുന്നത് 7am. ഈ 7am നമ്മുടെ ബിസിനസ്സിനുള്ള ഒരു ആറ്റിറ്റ്യൂഡിലേക്ക് നമ്മൾ മാറ്റിയെടുക്കുക, ചിന്താഗതി അത്തരത്തിൽ വളർത്തിയെടുക്കാൻ സഹായിക്കുന്ന ഒന്നാണ് 7am എന്ന് പറയുന്നത്. അപ്പൊ അതിന് അത്രത്തോളം ഇമ്പോർട്ടന്റ് ഉണ്ട്. അപ്പൊ ഇത് അറ്റൻഡ് ചെയ്താൽ മാത്രമേ നമ്മുടെ മിസ്റ്റേക്കുകൾ കണ്ടുപിടിക്കാൻ, നമുക്ക് എന്തെങ്ങനെ ചെയ്യണം എന്ന് മനസ്സിലാക്കാൻ, ചെയ്യരുതെന്ന് മനസ്സിലാക്കാൻ ഒക്കെ 7am സഹായിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് 7am കിട്ടുന്നുണ്ട്. അപ്പൊ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ട്രെയിനിങ് ആണ് 7am. അത് നമ്മൾ അറ്റൻഡ് ചെയ്യുക എന്നുള്ളത്. പിന്നെ നമുക്കറിയാം, എല്ലാവരും അടുത്തത് കേൾക്കുന്ന വാക്ക് എന്ന് പറയുന്നത് BOP ആണ് അല്ലെ. BOP എന്ന് പറയുമ്പോൾ ഈ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി നമ്മൾ പരിചയപ്പെട്ടത് ഒരു BOP പ്രോഗ്രാമിലൂടെയാണ്. അതേപോലെ നമ്മൾ നമ്മുടെ കൂടെ ഈ ഒരു ബിസിനസ് പരിചയപ്പെടുത്തുന്ന സമയത്ത് നമ്മൾ ആളുകളെ ഇൻവൈറ്റ് ചെയ്തിട്ട് അവർക്ക് ഈ ഒരു ബിസിനസ് പരിചയപ്പെടുത്തി കൊടുക്കുന്നതും BOPകളാണ്, ഡിജിറ്റലും ഫിസിക്കലും. രണ്ടും നമുക്ക് പറ്റും. നമ്മുടെ കമ്പനിയിൽ 2 തരത്തിലും വർക്ക് ചെയ്യാനും 2 നമ്മുടെ ഉണ്ട്. അപ്പൊ അത്തരത്തിലുള്ള BOPകൾ ഇതിലൂടെ നമുക്ക് സ്വന്തമായിട്ട് നമ്മളെ പ്ലാൻ പഠിക്കാം, കമ്പനിയുടെ പ്ലാൻ നമുക്ക് മനസ്സിലാക്കാനും നമുക്കൊരു വ്യക്തിക്ക് മനസ്സിലാക്കി കൊടുക്കാനും BOPകൾ സഹായിക്കുന്നു. അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് ലീഡേഴ്സിന്റെ എക്സ്പീരിയൻസ് കേൾക്കുന്ന സമയത്ത് ഒരു
ഇൻവിറ്റേഷൻ കൊടുക്കുന്ന സമയത്ത് എങ്ങനെ സംസാരിക്കണം, അല്ലെങ്കിൽ നമ്മളോട് ആരെങ്കിലും എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് അതിന് എന്ത് മറുപടി നമ്മൾ കൊടുക്കണം അല്ലെ? ഇങ്ങനെ കുറെ കാര്യങ്ങൾ നമുക്ക് 7am കിട്ടും. പിന്നെ നമ്മളെ സംബന്ധിച്ച് ഈ ഒരു കൺസെപ്റ്റ് നമുക്ക് ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ഒരു പ്രചോദനം അല്ലെ? ഓരോരുത്തരും ഇപ്പൊ നമ്മുടെ ഗ്രേറ്റ് ലീഡേഴ്സ് ഒക്കെ എക്സ്പീരിയൻസ് പറയുന്നത് നമ്മൾ കേൾക്കുന്ന സമയത്ത് അവർ ഏത് തട്ടിൽ നിന്നാണ് ഇന്ന് ഈ ഒരു ലെവലിലേക്ക് മാസം 9 ലക്ഷത്തിലേക്ക് എത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ അവരുടെ അന്നത്തെ ഇതിൽ ജോയിൻ ചെയ്യുന്നതിന് മുന്നേയുള്ള സാഹചര്യം എങ്ങനെയായിരുന്നു, എങ്ങനെയാണ് അവർ വളർന്ന് ഈ ഒരു പൊസിഷനിലേക്ക് എത്തിയത് എന്ന് മനസ്സിലാക്കാൻ നമ്മളെ കൊണ്ടും അത് സാധിച്ചു എന്ന് നമുക്ക് തിരിച്ചറിയാനും സഹായിക്കുന്ന ഒന്നാണ് BOP എന്ന് പറയുന്നത്. അപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ BOP അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ഒരു കൺസെപ്റ്റിൽ നിലനിന്ന് പോകും. അതായത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാനും ഇതിൽ നിലനിന്ന് പോകാനും സഹായിക്കുന്ന ഒന്നാണ് BOP എന്ന് പറയുന്നത്. നെക്സ്റ്റ് AOP അല്ലേ? AOP എന്ന് പറയുന്ന സമയത്ത് ഫിസിക്കലായിട്ടും ഡിജിറ്റലായിട്ടും, ഇപ്പൊ കൊറോണ സമയത്ത് ജോയിൻ ചെയ്തവരൊക്കെ ഡിജിറ്റൽ ആയിട്ടുള്ള AOP അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും, അതിനുശേഷം ഫിസിക്കൽ ആയിട്ടുള്ള AOPകൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും. ഇവിടെ നിന്ന് നമുക്ക് ഈ ഒരു കൺസെപ്റ്റിൽ നമുക്ക് ആ ഒരു സെഷൻ കാര്യങ്ങൾ നമുക്ക് ഫസ്റ്റ് തരുന്നതിലൂടെ ഒരുപാട് കാര്യങ്ങൾ അല്ലെ? സെയിൽ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ എങ്ങനെ ചെയ്യണം, എങ്ങനെ സംസാരിക്കണം, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഒരു കമ്പനി എന്താണ്, എങ്ങനെയാണ്, അല്ലെങ്കിൽ ഇപ്പൊ അതിൽ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും ഒരു ജോബും നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് തമ്മിലുള്ള വ്യത്യാസം അല്ലെ? നമുക്കിവിടെ ഒരു എത്രത്തോളം നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് തന്നെ ചുരുങ്ങിയ സമയം കൊണ്ട്, അതായത് നമ്മൾ ഇപ്പൊ 60 വയസ്സ് വരെ ജോലി എടുക്കും എന്നിട്ട് നമ്മുടെ ഒരു ആഗ്രഹവും സാധിക്കുന്നില്ല. പക്ഷെ അത്തരത്തിലുള്ള ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഫിനാൻഷ്യൽ ഫീൽഡൊക്കെ അതിനേക്കാൾ ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് അത്രത്തോളം വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നേടിയെടുക്കാൻ കഴിയുന്ന ഒരു മേഖലയാണ് MLM എന്ന് പറയുന്നത്. അപ്പൊ അതിനെ കുറിച്ചിട്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് AOPകളിലൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. പിന്നെ NDOP എന്ന് പറയുന്നത് അല്ലേ? ന്യൂ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഓറിയന്റേഷൻ പ്രോഗ്രാം. നമ്മൾ ഈ ഒരു കൺസെപ്റ്റിൽ വന്ന സമയത്ത് ഒരാളോട് എങ്ങനെ സംസാരിക്കണം, എങ്ങനെ ഇൻവിറ്റേഷൻ കൊടുക്കണം, എങ്ങനെ പ്രസന്റേഷൻ കൊടുക്കണം അല്ലെ? അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മളോട് ചോദിക്കുന്ന സമയത്ത് നമ്മൾ എങ്ങനെ മറുപടി പറയണം, എത്ര നേരം സംസാരിക്കണം, അങ്ങനെ കുറെ കാര്യങ്ങൾ നമുക്ക് NDOP മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പിന്നെ കൗൺസിലിംഗ് ടോക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ജോയിൻ ചെയ്ത സമയത്ത് നമ്മുടെ ലീഡേഴ്സ്, അതായത് നമ്മുടെ ഗ്രേറ്റ് അപ്ലൈൻസ് ഒക്കെ ചിലപ്പോൾ നമ്മളെ വിളിച്ച് സംസാരിക്കും, ഇങ്ങനെ ചെയ്യൂട്ടോ മാം, അല്ലെങ്കിൽ നല്ല രീതിയിൽ വർക്ക് ചെയ്ത് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ഇന്നത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, അതൊക്കെ ചെയ്യൂട്ടോ, എപ്പോൾ വേണമെങ്കിലും കോൺടാക്ട് ചെയ്യുമെന്നൊക്കെ പറഞ്ഞിട്ട് നമുക്കൊന്ന് നമ്മൾ ഈ ഒരു കൺസെപ്റ്റിൽ നമുക്ക് എല്ലാവരും ഉണ്ട് എന്നുള്ള ഒരു തോന്നൽ തന്നെ നമ്മളെ പിടിച്ചു നിർത്തുന്ന ആ ഒരു ടോക്ക് നമുക്ക് നൽകാറുണ്ട് അല്ലേ? അപ്പൊ അത് നമ്മൾ എന്താ അവരുടെ വാക്കുകൾ സ്വീകരിക്കുക എന്നുള്ളതാണ്. പിന്നെ ടീം മീറ്റിംഗ് എല്ലാ സാറ്റർഡേസിലും നമുക്ക് ടീം മീറ്റിംഗ് തരാറുണ്ട്. ഈ ടീം മീറ്റിംഗ് എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ആഡ് ചെയ്തിട്ട് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അപ്പൊ ആ ഗ്രൂപ്പിൽ എങ്ങനെ ആക്റ്റീവ് ആവണം, ഒരു ഡിസിപ്ലിൻ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം അല്ലെ? നമ്മുടെ ലൈഫിൽ ഒരു ഡിസിപ്ലിൻ ഉണ്ടാക്കണം, അല്ലെങ്കിൽ ഈ ഒരു വർക്കിൽ നമ്മളൊരു ഡിസിപ്ലിൻ ഉണ്ടാക്കിയെടുക്കണം. അങ്ങനെ ഡിസിപ്ലിനോട് കൂടി മുന്നോട്ട് പോകാനായിട്ട് ഗ്രൂപ്പിൽ ഓരോ സമയത്തും ഇന്ന കാര്യങ്ങൾ ചെയ്യണം, ഓരോ ഡ്യൂട്ടീസിന് ഇപ്പൊ 7am അറ്റൻഡ് ചെയ്യുന്നു, അതിന്റെ പാർട്ടിസിപ്പൻസിന്റെ സ്ക്രീൻഷോട്ട് ഇടുന്നു, കമന്റ് ഇടുന്നു അല്ലെ? അത് കഴിഞ്ഞാൽ നമുക്ക് അച്ചീവ്മെന്റ് പോസ്റ്റേഴ്സ് വരുന്ന സമയത്ത് നമ്മൾ അതിന് കൺഗ്രാജുലേറ്റ് ചെയ്യുന്നു. ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ എങ്ങനെ ചെയ്യണം, എപ്പോൾ ചെയ്യണം എന്നുള്ളതും, അതേപോലെ തന്നെ ടീം മീറ്റിംഗിൽ നമുക്ക് മുന്നോട്ട് പോകാനുള്ള കുറെ കാര്യങ്ങൾ നമ്മുടെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമുക്ക് ഉണ്ടാകുന്ന മിസ്റ്റേക്കുകൾ തിരുത്താനും, അതേപോലെ തന്നെ ഓരോ കാര്യങ്ങൾ നമ്മൾ ഏറ്റെടുത്ത് ചെയ്യാനും ഒക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ടീം മീറ്റിംഗിലൊക്കെ ആയിരിക്കും. ഫസ്റ്റ് MC ഒക്കെ ചിലപ്പോൾ ടീം മീറ്റിംഗിലായിരിക്കും നമുക്ക് വരുന്നത്. അപ്പൊ അവിടെ പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു സ്ഥലം അല്ലെ? ഒരു മീറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ടീം മീറ്റിങ്ങുകൾ, ഇതിലൂടെയൊക്കെ നമ്മൾ ആ ഗ്രൂപ്പിലുള്ള എല്ലാവരും ഒത്തൊരുമിച്ചിരുന്ന് നമ്മുടെ ആശയങ്ങൾ പങ്കുവെക്കാനും നമുക്ക് നമ്മുടെ അഭിപ്രായങ്ങൾ പറയാനും ആ ടീമിനെ നന്നായിട്ട് ഡെവലപ്പ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒത്തൊരുമിച്ച് നിൽക്കുന്ന ആ ഒരു മീറ്റിങ്ങിനെയാണ് ടീം മീറ്റിംഗ് എന്ന് പറയുന്നത്. പിന്നെ വർക്ക്ഷോപ്പ് അല്ലെ? നമ്മുടെ ആപ്പിനെ പരിചയപ്പെടുന്നു, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ MC ചെയ്ത് പഠിക്കുന്നു, പ്ലാൻ ചെയ്ത് പഠിക്കുന്നു അല്ലെ? അങ്ങനെ നമുക്ക് ചെയ്ത് പഠിക്കാനായിട്ടും നമുക്ക് ഓരോന്നും സ്ക്രീൻ ഷെയർ ചെയ്തിട്ടൊക്കെ പാറ്റിനെ പറ്റിയിട്ടായിക്കോട്ടെ, പ്രൊഡക്റ്റിനെ പറ്റിയിട്ടായിക്കോട്ടെ, അങ്ങനെയൊക്കെ കുറച്ച് നമുക്ക് വർക്ക്ഷോപ്പ് ആയിട്ട് കണ്ടക്ട് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ട്രെയിനിങ് ഫിസിക്കാരനെ സംബന്ധിച്ച്, അല്ലെങ്കിൽ നമ്മുടെ ഒരു സിസ്റ്റത്തെ സംബന്ധിച്ചിട്ട് ഇതിൽ കൂടുതൽ ഇനിയും ട്രെയിനിങ്ങും കാര്യങ്ങളും ചിലപ്പോൾ നേരിട്ടൊക്കെ ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ടാവാം. അപ്പം ബേസിക് ആയിട്ട് ഇത്രയും
ഇവന്റ്സ് അല്ലെങ്കിൽ ഇത്രയും ട്രെയിനിങ്സ് നമുക്കുണ്ട്, ഫിസിക്കലും ഡിജിറ്റലും. അപ്പൊ ഇതെല്ലാം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഈ ഒരു 90 ദിവസം അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് ഇപ്പൊ ഒരു നിങ്ങൾക്കറിയാം ഒരു മാസം തന്നെ 7am കണ്ടിന്യൂസ് ആയിട്ട് അറ്റൻഡ് ചെയ്താൽ അത് നമ്മുടെ ഒരു ശീലമായിട്ട് മാറി. പിന്നെ നമ്മൾ എന്നും 7am അറ്റൻഡ് ചെയ്യും. അതേപോലെ തന്നെ ഓരോ പ്രോഗ്രാംസിലും ഇതെല്ലാം നമ്മൾ അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ്. എല്ലാ ട്രെയിനിങ്ങുകളിലൂടെയാണ് നമ്മൾ ഇവിടെ വളർന്ന് മുന്നോട്ട് പോകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാ ട്രെയിനിങ്ങും അറ്റൻഡ് ചെയ്യുക. പിന്നെ രണ്ടാമതായിട്ട് വരുന്നത് ഡോൺ ക്വിറ്റ് ഫോർ 3 months. ഈ 3 മാസ കാലയളവിൽ നമ്മൾ എന്ത് ചെയ്യാതിരിക്കുക, ഈ ഒരു കൺസെപ്റ്റിനെ ഉപേക്ഷിക്കാതിരിക്കുക. കാരണം ഈ ഒരു 3 മാസം നമ്മൾ ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ഇനിഷ്യേഷൻ കൊടുത്തു, അവിടുന്ന് നെഗറ്റീവ് വന്നു, നോ പറഞ്ഞു അല്ലേ, അപ്പൊ നമുക്ക് തോന്നി എന്നെ കൊണ്ട് പറ്റില്ല, അത് ചിലപ്പോൾ തോന്നിയിട്ടുണ്ടാവാം. പക്ഷെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയത്, ഇപ്പൊ ഞാൻ ടീച്ചറായിരുന്നു, വളരെ അവിചാരിതമായിട്ടാണ് ഞാൻ ഈ ഒരു കൺസെപ്റ്റിനെ പരിചയപ്പെട്ടത്, ഈ ഒരു കൺസെപ്റ്റിലേക്ക് വന്നത്. അങ്ങനെ വന്ന സമയത്ത് നമുക്ക് ഇവിടെ എന്തെങ്കിലും അറിയോ ഈ ഒരു കൺസെപ്റ്റിനെ പറ്റി? ഒന്നും അറിയില്ല. അപ്പൊ നമ്മൾ ഇവിടെ മുന്നോട്ട് പോകാനായിട്ട് നമ്മൾ പഠിച്ച് ഇതെന്താന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ഇവിടെ മുന്നോട്ട് പോകാൻ പറ്റൂ. ആ മനസ്സിലാക്കുന്നത് നമ്മൾ ഇത്തരത്തിലുള്ള ട്രെയിനിങ്ങുകളിലൂടെയാണ്. അപ്പൊ അവിടെ ഇത് എന്താണെന്ന് നമ്മൾ പഠിക്കാനായിട്ട് തയ്യാറാവുക എന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ പഠിച്ച് നിൽക്കുന്ന സമയത്ത് നമുക്ക് ഈ ഒരു കൺസെപ്റ്റിന് എന്ത് ചെയ്യാൻ പറ്റും, പോവാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. നിർത്താൻ എളുപ്പമാണ് ഇത്, തുടങ്ങാനും അതേപോലെ തന്നെ നിർത്താനും എളുപ്പമാണ്, ഒരു സെക്കൻഡ് മതി. പക്ഷെ ഇതിൽ ഏതൊരു കാര്യമായാലും, പക്ഷെ എന്ത് കാര്യവും ചെയ്ത് നമുക്ക് മുന്നോട്ട് പോയി അത് വിജയിപ്പിക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതിന് കുറച്ച് പരിശ്രമവും കാര്യങ്ങളും ക്ഷമയൊക്കെ വേണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ, ഈ ഒരു 3 മാസവും നമുക്ക് എന്ത് കിട്ടുന്നു, എന്ത് പ്രതിഫലം കിട്ടുന്നു എന്ന് നമ്മൾ ചെക്ക് ചെയ്യാതെ തന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. അതിനായിട്ടുള്ള നിർദ്ദേശങ്ങൾ നമുക്ക് വീഡിയോസ് തരുന്നുണ്ടാവും അല്ലെ. ഓരോ കാര്യങ്ങളും അതിന് വരുന്നത് പറയുന്നുണ്ട്, ഓരോ കാര്യങ്ങളും ഇന്നത് ചെയ്യണം, അതുപോലെ ചെയ്യണം അല്ലെ. നമ്മളോട് പറയുന്നുണ്ട് ഈ ക്വിറ്റ് ചെയ്യാതിരിക്കാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മൾ എന്തിനാണ് ഫിസിക്കാർട്ട് ഏറ്റെടുത്തത് അല്ലെ. ഓരോരുത്തർക്കും പല ലക്ഷ്യങ്ങളും ഉണ്ടാവും, ഒന്നല്ല പല ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഉണ്ടാവും, ലക്ഷ്യങ്ങളും ഉണ്ടാവും. ഈ ലക്ഷ്യങ്ങൾ നമ്മൾ എന്തിനാണ് ഫിസിക്കാർട്ട് ഏറ്റെടുത്തത് എന്നുള്ളത് നമ്മുടെ ഡയറിയിൽ എഴുതാനായിട്ട് പറയുന്നുണ്ട് അല്ലെ. അങ്ങനെ പറയുന്ന സമയത്ത് എന്തിനാണ്, നമുക്കൊന്ന് നെഗറ്റീവ് ആവുന്ന സമയത്ത് ഇതെടുത്ത് വായിച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് ഞാൻ ഇന്ന ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഫിസിക്കാർട്ടിൽ ജോയിൻ ചെയ്തിട്ടുള്ളത്, അപ്പൊ എനിക്കത് നേടി എടുക്കണം അല്ലെ എന്നുള്ള ഒരു തോന്നല് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ആ ഒരു പ്രചോദനം നമുക്ക് അതിൽ നിന്ന് ലഭിക്കും. അപ്പോൾ എന്തിനാണ് നമ്മൾ വന്നതെന്ന് ആലോചിക്കുക. അതേപോലെ നമ്മൾ ഇത് വിട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും സാക്ഷാത്കരിക്കാൻ വേറൊരു പ്ലാറ്റ്ഫോം ഉണ്ടോ അല്ലെ. ഇതിപ്പോ നിർത്തി നമ്മൾ വിചാരിക്കുക, നിർത്തുന്ന സമയത്ത് ഇതിലൂടെ അല്ലാതെ നമ്മുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനുള്ള ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം കിട്ടുന്ന, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ അറിയാം അവാർഡ്സും റിവാർഡ്സും ആയിട്ട് നമുക്ക് ഒരു ജീവിതത്തിൽ ഒരാൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മുടെ കമ്പനിയിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതേപോലെ ഒരു ഓപ്പർച്യൂണിറ്റി, അല്ലെങ്കിൽ ഇതുപോലെ ഇപ്പൊ ഞാൻ ടീച്ചറായി വർക്ക് ചെയ്തിരുന്ന സമയത്ത് എനിക്ക് ഇത്രത്തോളം വരുമാനം കിട്ടിയിട്ടില്ല. അത് മോശം ജോലി ആയതുകൊണ്ടല്ല അല്ലേ, ജോലി ചെയ്യുന്ന സമയത്ത് അങ്ങനെയാണ്. നമ്മളിവിടെ ബിസിനസ്സാണ് ചെയ്യുന്നത്, ബിസിനസ്സിൽ നമുക്ക് കിട്ടുന്നത് ലാഭമാണ്, അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള ലാഭം അതിൽ ഉണ്ടാവും. പക്ഷെ നമ്മൾ ജോലി ചെയ്യുന്ന സമയത്ത് നമ്മുടെ സമയവും നമ്മുടെ കഴിവും ഒക്കെ വേറൊരു വ്യക്തിക്ക് അല്ലെങ്കിൽ വേറൊരു സ്ഥാപനത്തിന് നമ്മൾ കൊടുത്തിട്ട് പ്രവർത്തിക്കുന്ന സമയത്ത് നമുക്ക് അവിടുന്ന് സാലറി എന്നുള്ള രീതിയിൽ തുച്ഛമായിട്ടുള്ള ഒരു വരുമാനം മാത്രമാണ് വരുന്നത്. അതൊരു തെറ്റല്ല, പക്ഷെ അങ്ങനെയാണ് ആ ഒരു ജോലിയിലുള്ള എല്ലാ കൺസെപ്റ്റുകളും മുന്നോട്ട് പോകുന്നത്. അപ്പൊ അതിൽ നിന്ന് വ്യത്യസ്തം, അപ്പൊ അവിടെ സാലറി, അപ്പൊ അതുകൊണ്ട് നമുക്ക് ഈ ഒരു കൺസെപ്റ്റ് നമ്മൾ ഉപേക്ഷിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വേറൊരു അവസരം, നമ്മുടെ സ്വപ്നങ്ങൾ നേടിയെടുക്കാനുള്ള വേറൊരു അവസരം നമുക്ക് മുന്നിലുണ്ടോ, ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നിർത്താം. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇത് തുടങ്ങാം. കാരണം തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ എത്രത്തോളം ഒരു ജോലി ചെയ്യുമ്പോൾ അവിടെ നമുക്ക് ഒരു കാര്യം നോ പറയാൻ പറ്റില്ല അല്ലെ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ ചെയ്യേണ്ട കാര്യങ്ങളോട് ചെയ്ത് കൊടുത്തേ പറ്റും, എന്നാൽ മാത്രമേ നമുക്കത് സാലറി കിട്ടും. അപ്പൊ നമ്മളതവിടെ ചെയ്യും. അതേപോലെ തന്നെ പക്ഷെ ഈ ഒരു കൺസെപ്റ്റിൽ സമയമില്ല, ബോസ് ഇല്ല, നമുക്ക് ഏത് സമയത്ത് വേണമെങ്കിലും ഇഷ്ടംപോലെ വർക്ക് ചെയ്യാം എന്നൊക്കെ വരുന്ന സമയത്ത്, അല്ലെങ്കിൽ നമുക്ക് ഇത് നിർത്തിയാൽ നഷ്ടം വരാനില്ല. കാരണം എന്താണ്, ഇത് തുടങ്ങാനും അധികം പൈസ വേണ്ട, നമുക്ക് കുറച്ച് പ്രൊഡക്റ്റുകൾ വാങ്ങിക്കുന്നുണ്ട്, ആ പ്രൊഡക്റ്റുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ള ചിന്ത ഉള്ളത് കാരണം എന്ത് ചെയ്യും, പലരും നിർത്തിപ്പോകാൻ തയ്യാറാണ്. പക്ഷെ നിങ്ങൾ ആലോചിക്കുക, നമ്മൾ കുറച്ച് ക്ഷണിച്ച് നമ്മൾ ഈ ഒരു കൺസെപ്റ്റിൽ നമ്മൾ പറയും 3 വർഷത്തെ കമ്മിറ്റ്മെന്റ് എടുത്തിട്ട് ഈ ഒരു കൺസെപ്റ്റ് ചെയ്യണം എന്ന് പറയുന്നുണ്ട് അല്ലേ. അപ്പൊ ആ ഒരു 3 വർഷം 5 വർഷം നമ്മൾ തുടർച്ചയായിട്ട് ഇവിടെ പറയുന്ന സിസ്റ്റം പ്രകാരം നിന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്തുണ്ടാവും, ആ ഒരു സമയം കൊണ്ട് നമുക്കൊരു ഡെവലപ്മെന്റ് ഉണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും. ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നഷ്ടങ്ങൾ മാത്രമേ ഉണ്ടാവും.
അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുള്ള ഈ ഒരു അവസരം നമ്മൾ ഇതിൽ പ്രാക്ടീസ് ചെയ്ത് പരിശ്രമിച്ച് ഇതിൽ എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ള കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഇതിൽ മുന്നോട്ട് പോകാൻ സാധിക്കും. കാരണം അതിന് നമുക്ക് വലിയ ടീമിന്റെ സപ്പോർട്ട് തന്നെ ഉണ്ട് അല്ലേ? ടീം ഒളിമ്പ്യൻ എന്നുള്ള ഒരു ടീമിന്റെ സപ്പോർട്ടും നമ്മുടെ ഗ്രേറ്റ് ലീഡേഴ്സിന്റെ സപ്പോർട്ടും നമ്മുടെ അപ്ലൈന്റെ സപ്പോർട്ടും എല്ലാം നമുക്കുണ്ട്. എന്ത് വേണമെന്ന് പറഞ്ഞു തരാനും എങ്ങനെ ചെയ്യണമെന്ന് പറയാനും നമ്മളെ സപ്പോർട്ട് ചെയ്യാനും കൂടെ നിന്ന് ചെയ്യാനും ഒക്കെ നമുക്ക് ഇവിടെ ലീഡേഴ്സ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അവരെ പോലെ എന്ത് ചെയ്യാൻ പറ്റും? അവരുടെ കൈ പിടിക്കുകയാണെങ്കിൽ നമുക്കും അവരെ പോലെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. നമ്മുടെ സ്വപ്നങ്ങൾ നേടിയെടുക്കാൻ കിട്ടിയിട്ടുള്ള വലിയൊരു ഓപ്പർച്യൂണിറ്റി ആണ്, നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള വലിയൊരു ഓപ്പർച്യൂണിറ്റി ആണ് നമ്മുടെ ഫിസിക്ക.com എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു തീരുമാനം ആരും എടുക്കാതിരിക്കുക. നെക്സ്റ്റ് ഉള്ളത് മാസ്റ്റർ യുവർ ബിസിനസ്. ഇപ്പോ നമ്മുടെ കമ്പനിയെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ അതിൽ നമ്മൾ മാസ്റ്റർ ആയിരിക്കണം. നമുക്കതിൽ പൂർണ്ണമായിട്ടുള്ള അല്ലെങ്കിൽ നല്ലൊരു അറിവുണ്ടായിരിക്കണം. എന്താണ് ഒന്നാമത്തെ പറഞ്ഞാൽ നമ്മുടെ കമ്പനി തന്നെ. അപ്പോൾ നമ്മുടെ കമ്പനി തന്നെ നമ്മൾ എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഏതൊരു കമ്പനി എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിലും അവിടെ ആ കമ്പനിക്ക് നമുക്കറിയാം ഫിസിക്ക.com എന്നാണ് നമ്മുടെ കമ്പനിയുടെ പേരില്ലേ? അപ്പൊ അതെല്ലാവർക്കും അറിയുന്നുണ്ടാവും. ഇതിന്റെ മാനേജ്മെന്റ്, ആ മാനേജ്മെന്റിന് അല്ലെങ്കിൽ കമ്പനിക്ക് പൊതുവായ ഒരു ജനപ്രീതി ഉണ്ട്. ഇന്ന് ഫിസിക്കാർട്ട് എന്ന് പറഞ്ഞാൽ അറിയാത്ത ആളുകൾ വളരെ കുറവായിരിക്കും. അപ്പൊ നമ്മുടെ കമ്പനിക്ക് ഒരു ജനപ്രീതി ഉണ്ട് അല്ലേ? അതേപോലെ തന്നെ ഡയറക്ടർമാര് അല്ലെങ്കിൽ നമ്മുടെ മാനേജ്മെന്റ് നോക്കുന്ന സമയത്ത് മാനേജ്മെന്റിന്റെ ട്രാക്ക് റെക്കോർഡ് നമ്മൾ നോക്കുന്ന സമയത്ത് അവർക്ക് കുടുംബപരമായിട്ടുള്ള വോയിസ് ബ്രേക്ക് ആവുന്നുണ്ട്. ഒരു മിനിറ്റ്. ഇപ്പൊ ഓക്കെ ആണോ? ഇപ്പൊ ഓക്കെയാണ് മാം. നമ്മുടെ മാനേജ്മെന്റിന് കുടുംബപരമായിട്ടുള്ള ഇപ്പൊ ബോബി സാറെ നോക്കുന്ന സമയത്ത് നമുക്കറിയാലോ 159 വർഷമൊക്കെ ട്രഡീഷണലി ബിസിനസ് ചെയ്തിട്ടുള്ള ഗ്രൂപ്പാണ്. അവർക്ക് അതിൻ്റെതായ പാരമ്പര്യം ഉണ്ട്. നമ്മുടെ മറ്റുള്ള മാനേജ്മെന്റിലെ വ്യക്തികളെ അനിൽ സാറെ ആയാലും ജോളി സാറെ ആയാലും നോക്കുന്ന സമയത്ത് അവർക്ക് ഒരുപാട് ബിസിനസ്സുകൾ ഉണ്ട്. അത് ചെയ്ത് സക്സസ് ആയിട്ടുള്ള ആളുകളാണ് നമ്മുടെ മാനേജ്മെന്റിലുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം, നമ്മുടെ കമ്പനിയിൽ മാനേജ്മെന്റ് ശക്തമാണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ അത്യാധുനിക സാങ്കേതിക വിദ്യകൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെന്ന് വെച്ചാൽ ഉണ്ട് അല്ലേ? ഇപ്പോൾ പല കമ്പനികളും ഈ കൊറോണ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് അവരുടെ സെയിലും കാര്യങ്ങളും ലോസ് ആയി, അല്ലെങ്കിൽ എന്താ പറയുക, അവർക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചില്ലെങ്കിൽ പക്ഷെ ഫിസിക്കാർട്ട് എന്നുള്ള കമ്പനി അവിടെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കുതിച്ചുയരുകയാണ് ചെയ്തത്. അതുകൊണ്ട് ആ തലം നോക്കുന്ന സമയത്ത് നമ്മുടെ കമ്പനി ബെസ്റ്റ് ആണെന്ന് നമുക്ക് പറയാം. അതേപോലെ പണം നൽകിയത് നമുക്ക് വരുമാനമായിട്ട് ഒരുപാട് 250 കോടിയിലേറെ ജനങ്ങൾക്ക് വരുമാനമായിട്ട് ഫിസിക്കാർട്ട് എന്നുള്ള കമ്പനി കൊടുത്തു കഴിഞ്ഞു. 200 കോടിയിലേറെ നമുക്ക് ഗവൺമെന്റിന് ടാക്സ് അടച്ചു കഴിഞ്ഞു. അപ്പൊ ആ കാര്യങ്ങൾ വെച്ച് നോക്കുന്ന സമയത്തും നമ്മുടെ കമ്പനി ബെസ്റ്റ് ആണെന്ന് പറയാം. പിന്നെ ഓരോ പുതിയ പുതിയ കാര്യങ്ങൾ നമ്മുടെ കമ്പനിയിൽ പുതിയ അപ്ഡേഷൻസ് നടക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്താൽ അത് നമുക്ക് നടക്കുന്നുണ്ടല്ലേ? ഇപ്പൊ നമുക്ക് ഗോൾഡ്, ഡയമണ്ട് EMI പർച്ചേസ് ചെയ്യാനുള്ള ആ ഒരു സിസ്റ്റം പുതിയ അപ്ഡേഷൻ ആയിട്ട് വന്നു. ഇനി നമുക്ക് ബോബി സാർ 1000 ഏക്കറിലുള്ള ഒരു ഭൂമി പർച്ചേസ് ചെയ്തിട്ടുണ്ട്, ഒരു തോട്ടം പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ടീ, കോഫി എന്നുള്ളതൊക്കെ നമ്മുടെ ആപ്പിലൂടെ വരുന്നുണ്ട്. ഈ ബൈക്ക് നമുക്ക് വന്നിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ഓരോ സമയത്ത് ഓരോ കാര്യങ്ങൾ നോക്കുന്ന സമയത്ത് നമ്മുടെ കമ്പനിയിൽ അപ്ഡേഷൻസ് നടന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഓഫീസ് ഉണ്ട് അല്ലേ? നമുക്ക് തൃശ്ശൂർ ഹെഡ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വേൾഡ് ഹെഡ് ക്വാർട്ടർ നടക്കുന്നുണ്ട്. ഭാരതിനൊക്കെ പോകുന്നത് അത് നേരിട്ട് കണ്ടില്ലേ? റോഡ് സൈഡിൽ നമ്മുടെ ഓഫീസ് കെട്ടിടമൊക്കെ കണ്ട് നമുക്കൊരു മനസ്സിനൊരു കുളിർമ നൽകിയ ഒരു സംഭവമായിരുന്നു. അതേപോലെ തന്നെ സർക്കാരിനുള്ള സർട്ടിഫിക്കറ്റും കാര്യങ്ങളും നമ്മൾ കൺസ്യൂമർ അഫയേഴ്സിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ അവരുടെ എല്ലാ നിർദ്ദേശങ്ങളും പ്രകാരമാണ് നമ്മൾ വർക്ക് ചെയ്ത് മുന്നോട്ട് പോകുന്നത്. അപ്പൊ അതേപോലെ തന്നെ ഇവിടെ നമുക്ക് ട്രെയിനിങ് ഉണ്ടോ? നമ്മുടെ ഫിസിക്കൽ അക്കാദമിയിലൂടെ നമുക്ക് 5 തരത്തിലുള്ള ട്രെയിനിങ് നമ്മുടെ കമ്പനി നൽകുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ടീമിന്റെ ലീഡേഴ്സിന്റെ സപ്പോർട്ട് ഉണ്ടോ? ഇതുമുണ്ട്. അപ്പൊ നമ്മുടെ കമ്പനി അത് വെച്ച് നോക്കുന്ന സമയത്ത്, കമ്പനിയെ കുറിച്ച് നോക്കുന്ന സമയത്ത് ഈ കാര്യങ്ങളൊക്കെ ഓക്കെ. ഇനി ഉൽപ്പന്നങ്ങളെ കുറിച്ച് നോക്കുന്ന സമയത്ത് പ്രൊഡക്റ്റ് അല്ലെ, നമ്മുടെ ഇപ്പൊ 5000-ലധികം പ്രൊഡക്റ്റുകൾ അല്ലെ, 10,000-നടുത്ത് പ്രൊഡക്റ്റുകളൊക്കെ എവിടെയുണ്ട്? ഫിസിക്കായിട്ട് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. അതിൽ കമ്പനിയുടെ ഓൺ പ്രൊഡക്റ്റുകളും ഉണ്ട്. പോപ്പുലർ ബ്രാൻഡ്സ് നമുക്ക് ചുറ്റും നമ്മൾ വാങ്ങിക്കുന്നതും ഉപയോഗിക്കുന്നതായിട്ടുള്ള ഒരു മനുഷ്യന് രാവിലെ എഴുന്നേറ്റ് രാത്രി കിടക്കുന്നത് വരെ ഉപയോഗിക്കേണ്ട പ്രൊഡക്റ്റുകൾ എവിടെയുണ്ട്? നമ്മുടെ ഫിസിക്കാർട്ട് എന്നുള്ള കമ്പനിയിലുണ്ട്. അതും നല്ല മാനുഫാക്ചറിങ് കമ്പനികളിൽ ഉണ്ടാക്കിയതാണോ? തീർച്ചയായിട്ടും ആണ് അല്ലേ? ബോബി ബസാറിനാണ് നമുക്ക് ഗ്രോസറി ഐറ്റംസ് വരുന്നത്. നമ്മുടെ അഹമ്മദാബാദിലുള്ള ഫാക്ടറിയിൽ നിന്നാണ് നമുക്ക്
അങ്ങനെ നിത്യോപയോഗ സാധനങ്ങൾ ഒരു വ്യക്തിക്ക് ആവശ്യമായിട്ടുള്ള, ഒരു കുടുംബത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും നമ്മുടെ ഉണ്ട്. ഇനി റേറ്റ് വെച്ച് നോക്കുന്ന സമയത്ത് പറയുകയാണെന്ന് വെച്ചാൽ നമ്മുടെ ഓൺ പ്രൊഡക്റ്റുകൾക്ക് റേറ്റ് കൂടുതലും നമ്മുടെ സാധാരണ ചുറ്റും കാണുന്ന പ്രൊഡക്റ്റുകൾക്ക് നമുക്ക് MRP റേറ്റിനേക്കാൾ കുറച്ചിട്ടാണ് നമുക്ക് പ്രൊഡക്റ്റ് അവൈലബിൾ ആക്കുന്നത് തന്നെ. ഇതിൽ നമുക്ക് പലരും ചിന്തിക്കുന്നുണ്ടാവും റേറ്റ് കൂടുതലാന്ന് പറയുമ്പോൾ നമുക്കൊന്നും പറയാൻ കിട്ടുന്നുണ്ടാവില്ല. അപ്പൊ നമ്മൾ ടിവിയിൽ പരസ്യമൊക്കെ കാണുന്ന സമയത്ത് ഇപ്പൊ കഴിഞ്ഞ ദിവസം എന്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു പരസ്യമാണ് ലൈസോളിന്റെ ഒരു പരസ്യം. ലൈസോളും ഫിനോയിലും തമ്മിൽ കമ്പയർ ചെയ്യുന്ന ഒരു പരസ്യം. അതില് ലൈസോളിന് റേറ്റ് കൂടുതലാണെന്ന് ഫിനോയിലുകാർ പറയുന്ന സമയത്ത് ലൈസോളിനെ പ്രതിനിധാനം ചെയ്ത് സംസാരിക്കുന്ന ആ വ്യക്തി പറയുന്നുണ്ട് ഇത് ഒറ്റ ക്യാപ്പ് മതി, ഒറ്റ അടപ്പ് മതി ലൈസോള്. അതേസമയം ഫിനോയിൽ 3 അടപ്പ് ഉപയോഗിക്കണം എന്നുള്ളത്. അപ്പൊ റേറ്റ് കൂടുതലാണെങ്കിലും അവിടെ ക്വാണ്ടിറ്റി കുറച്ചെടുത്താൽ മതി അല്ലേ. അപ്പൊ നമ്മുടെ പേസ്റ്റ് നോക്കുന്ന സമയത്ത് 150 ഗ്രാമിന്റെ പേസ്റ്റ് ആണ്. അത് നമുക്ക് ഒരു വ്യക്തിക്ക് ഒരു 2 മാസം, എങ്ങനെ 2 മാസം അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഒരാൾക്ക് നമുക്ക് എന്തായാലും ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ ബെഡ്ഷീറ്റ് റേറ്റ് കൂടുതലാണെന്ന് തോന്നാം, പക്ഷെ അതിന് അത്രത്തോളം ക്വാണ്ടിറ്റി ഉണ്ട്. നമ്മൾ സാധാരണ ഒരു ഷോപ്പിൽ നിന്ന് ഒരു 1000-നുള്ളിലുള്ള ഒരു ബെഡ്ഷീറ്റ് ആണെങ്കിൽ വാങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 10 കല്ലിൽ അല്ലെ ഒരു 10 പ്രാവശ്യം തിരുമ്പുമ്പോഴേക്ക് അതൊരു പക്ഷെ തിന്നാം, അതിന്റെ കനം കുറയാം, കളറ് പോവാം, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ നമ്മുടെ ഫിസിക്കായിട്ടുള്ള ബെഡ്ഷീറ്റ് എന്നെ സംബന്ധിച്ചിപ്പോൾ ഞാൻ 2 വർഷമായിട്ട് ഒരു ബെഡ്ഷീറ്റ് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടുള്ളൂ. അത് 2 വർഷമായി അതിന്റെ കനം കുറഞ്ഞിട്ടില്ല, കളറ് പോയിട്ടില്ല, ഒരു പിന്നും പൊട്ടലും ഒന്നും വന്നിട്ടില്ല. അപ്പൊ എന്താണ് ആ ഒരു പ്രൊഡക്റ്റ് തന്നെ നമുക്ക് 2 മാസം ഉപയോഗിക്കാനുണ്ട്. അങ്ങനെ 3 എണ്ണാണ് ഒരു പാക്കായിട്ട് 3 എണ്ണം ഞാൻ വാങ്ങിയത്. അപ്പൊ ആലോചിച്ചു അത്ര റേറ്റ് കൊടുത്താൽ നമുക്ക് എത്ര കാലം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പൊ സോപ്പ് ആയിക്കോട്ടെ, നമ്മൾ സാധാരണ വാങ്ങിക്കുന്ന ഒരു സോപ്പ് എന്ന് പറയുന്നത് കുറച്ചേ നമുക്ക് ഒരാഴ്ച എത്തുന്നുള്ളെങ്കിൽ നമ്മുടെ ഒരു ക്യാമൽ മിൽക്ക് സോപ്പ് ഒക്കെ എടുത്ത് നോക്കുന്ന സമയത്ത് നമുക്ക് സ്കിൻ പ്രോബ്ലംസ് ഒക്കെ പോകുന്നുണ്ട് അല്ലേ. അത് ഉപയോഗിച്ച ആൾക്കാർക്ക് അതിന്റെ എക്സ്പീരിയൻസ് അറിയുന്നുണ്ടാവും. സ്കിൻ പ്രോബ്ലംസിന് അല്ലെങ്കിൽ ഇത് കുറച്ചുകൂടെ ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കുന്നുണ്ട് അല്ലെ. ഇങ്ങനെ നമുക്ക് കുറെ കാര്യങ്ങൾ റേറ്റ് നോക്കുന്ന സമയത്തായാലും എല്ലാം പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള ഒരു നോളേജ് നമുക്ക് വേണം. പിന്നെ അതേപോലെ തന്നെ ബിസിനസ് പ്ലാൻ, നമ്മുടെ കമ്പനീന്റെ ബിസിനസ് പ്ലാൻ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടാവണം. ഒരു വ്യക്തിക്ക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഒരു ഫിനാൻഷ്യൽ ഫ്രീഡവും അതേപോലെ തന്നെ എന്തുണ്ട് നമ്മുടെ കമ്പനീന്റെ ആ ഒരു സിസ്റ്റം പ്രകാരം നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മൾ എല്ലാ ടാക്സും അടച്ചിട്ടാണ് നമുക്ക് വരുമാനം തരുന്നത്. അതേപോലെ തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ എളുപ്പം മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്ന ഒരു പ്ലാനാണ് നമ്മുടെ അല്ലേ. നമുക്ക് ജസ്റ്റ് ആ ഒരു PDF കാര്യങ്ങളും സ്ലൈഡുകൾ നീക്കി കഴിയുമ്പോൾ തന്നെ ഇപ്പൊ പുതിയ പ്ലാനൊക്കെ വന്നതിൽ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഓരോ റാങ്കും ആ റാങ്ക് അപ്ഡേറ്റ് ചെയ്യാനുള്ള ക്രൈറ്റീരിയയും കാര്യങ്ങളും. അതേപോലെ തന്നെ നമ്മുടെ വരുമാനം എങ്ങനെയാണ് അല്ലേ. നമുക്ക് വരുമാന പദ്ധതി എന്ന് പറയുന്നത് ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നതിലൂടെയാണ് നമുക്ക് വരുമാനം കിട്ടുന്നത്. അതൊരു ബെസ്റ്റ് കമ്പനിയാണ്. കാരണം അതേപോലെ നമുക്ക് മാച്ച് ചെയ്യുന്ന റാങ്ക് കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടും ഇത് നല്ല കമ്പനിയാണ്. പിന്നെ നമുക്ക് തരുന്ന എല്ലാ കാര്യങ്ങളും ഒന്നും ഒഴിച്ചു വെക്കാതെ നമ്മുടെ കമ്പനീന്റെ പ്ലാനിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നല്ലൊരു കമ്പനി. അതുപോലെ തന്നെ വരുമാനത്തിന് പുറമെ കമ്പനി ഒരു നല്ല കമ്പനിയാണ്. അപ്പൊ നമ്മുടെ കമ്പനിയെ സംബന്ധിച്ച് നോക്കുന്ന സമയത്ത് നല്ലൊരു ഫിനാൻഷ്യൽ ഫ്രീഡത്തിനുള്ള ഒരു വരുമാനം നമ്മുടെ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് പ്രോത്സാഹനമായിട്ട് അല്ലെ റിവാർഡ്സ് ആയിട്ട് നമ്മുടെ കമ്പനി ഒരു മനുഷ്യന് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും തരുന്നുണ്ട്. റൈഡർ ഫണ്ട്, 5 ലക്ഷത്തിന്റെ കാർ ഫണ്ട് അല്ലെ, ഫാമിലി ഇന്റർനാഷണൽ ഫാമിലി ട്രിപ്പ്, 50 ലക്ഷത്തിന്റെ കാർ ഫണ്ട്, 1 കോടിയുടെ ഹോം ഫണ്ട് വരുമാനത്തിന് പുറമെ നമുക്ക് നൽകുന്നുണ്ട്. അപ്പൊ നമ്മുടെ കമ്പനിയുടെ പ്ലാൻ എടുത്ത് നോക്കുന്ന സമയത്തും ഇതിൽ നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പൊ പ്ലാൻ ഒക്കെ എടുത്ത് നോക്കുന്ന സമയത്ത് പ്ലാനിനെ പറ്റി നമ്മൾ കമ്പനിയെ ചെക്ക് ചെയ്യുന്ന സമയത്തായാലും എന്താണ് നമ്മുടെ കമ്പനി നല്ല കമ്പനിയാണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ കമ്പനിയിൽ നമുക്ക് സപ്പോർട്ട് സിസ്റ്റം അല്ലെ, നമുക്ക് കമ്പനിയുടെ ഭാഗത്തു നിന്നുള്ള ട്രെയിനിങ്, നമ്മുടെ ടീമിന്റെ ഭാഗത്തു നിന്നുള്ള എല്ലാ സപ്പോർട്ടും ട്രെയിനിങ് നമുക്ക് അവൈലബിൾ ആവുന്നുണ്ടെങ്കിൽ അത് നല്ലൊരു കമ്പനിയാണെന്ന് പറയാൻ പറ്റും. അങ്ങനെ ആ വശം നോക്കുന്ന സമയത്ത് നമ്മുടെ കമ്പനി ബെസ്റ്റ് ആണെന്ന് പറയാം. പിന്നെ നമുക്ക് ഇവിടെ വർക്ക് ചെയ്ത് മുന്നോട്ട് പോകുന്ന ടൂള് നമ്മുടെ കയ്യിൽ ഉണ്ടാവണം. ആ ടൂളിൽ നമ്മൾ എക്സ്പെർട്ട് ആയിരിക്കണം. ടൂൾ എന്തൊക്കെയാണ്? ഡയറിയും പെന്നും വേണം, ലിസ്റ്റ് വേണം അല്ലേ. ഇതിനൊക്കെ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ, ഒരാളുടെ മുന്നിൽ വെച്ചിട്ട് പിന്നെ പ്ലാൻ ബുക്ക്
ഇതെല്ലാം നമുക്ക് ആവശ്യമായിട്ടുള്ളതുണ്ട്. അതേപോലെ തന്നെ അത് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ഇനി അച്ചീവേഴ്സ് വീഡിയോ നമ്മൾ പറയുന്നത് നമ്മുടെ ഗ്രൂപ്പിൽ വരുന്ന അച്ചീവ്മെന്റ്സ് ഒക്കെ നമ്മൾ ഒരു ഫോൾഡറിലാക്കി സേവ് ചെയ്ത് വെക്കണം എന്നുള്ളത്. നമ്മൾ പ്ലാൻ കൊടുക്കുന്ന വ്യക്തിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത് ആർക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും, അവർക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ ഈ കമ്പനിയിൽ റിജു സാറെ സംബന്ധിച്ച് നമ്പർ 1 പൊസിഷനിൽ നിൽക്കുകയാണ് അല്ലേ. നമ്മുടെ റിജു സാർ എല്ലാ വരുമാനങ്ങളും വാങ്ങിച്ചു വെക്കുക. അദ്ദേഹത്തിന്റെ വീഡിയോസ്, ഫോട്ടോസ്, അദ്ദേഹം 1 കോടിയുടെ ചെക്ക് കാണിക്കുന്നത്, ഇതൊക്കെ നമ്മൾ ചെയ്ത് വെക്കുന്ന സമയത്ത് നമുക്ക് ഈ വരുമാനങ്ങളൊക്കെ കിട്ടും എന്ന് ചോദിക്കുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും നമുക്ക് അതൊക്കെ കാണിച്ചു കൊടുക്കാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ ഓരോ അച്ചീവ്മെന്റ്സ് ഉണ്ടാകുമ്പോൾ അച്ചീവ്മെന്റ്സ് വീഡിയോസ് ആയിക്കോട്ടെ, ഫോട്ടോസ് ആയിക്കോട്ടെ, പോസ്റ്റേഴ്സ് ആയിക്കോട്ടെ, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്തിരിക്കണം, സേവ് ചെയ്ത് വെച്ചിരിക്കണം. ഇതിനെ കുറിച്ചൊക്കെ നമുക്ക് അറിവുണ്ടായിരിക്കണം. ഒരാൾ 9 ലക്ഷം വാങ്ങിക്കുന്ന ഒരാളുടെ പേര് പറയാൻ പറഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാൻ അറിയണ്ടേ. അബിൻ സാറ് അല്ലെങ്കിൽ സവിത മാഡം അല്ലെ, ലേഡീസ് സന്തോഷം എത്തുന്ന സമയത്ത് തീർച്ചയായിട്ടും ഉണ്ട് അല്ലെ, ശ്രീലക്ഷ്മി മാഡം, നമുക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കണം. അപ്പൊ അങ്ങനെയുള്ള ആളുകളൊക്കെ എവിടെയുണ്ട്, നമ്മുടെ കമ്പനിയിലുണ്ട്. അപ്പൊ നമ്മുടെ ലീഡേഴ്സിന്റെ ആയിക്കോട്ടെ എല്ലാവരുടെയും അച്ചീവ്മെന്റ് വീഡിയോസ് ഒക്കെ, അച്ചീവേഴ്സിന്റെ വീഡിയോസ്, ഫോട്ടോസ് ഒക്കെ നമുക്ക് കാണിച്ചു കൊടുക്കും. ഇതിനെ കുറിച്ചിട്ട് ഈ മൊത്തത്തിൽ ഇതിനെ കുറിച്ചിട്ട് എല്ലാ നോളേജ് നമുക്കുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ബിസിനസ്സിൽ നല്ല ഗ്രോത്ത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. ഇനി 4 എന്ന് പറയുന്നത് മേക്ക് എ ലിസ്റ്റ് ആൻഡ് മീറ്റ് മിനിമം 30 പീപ്പിൾ വിത്ത് 90 days. അതായത് മിനിമം ആണ് പറയുന്നത്, മാക്സിമം നമുക്ക് എത്ര വേണമെങ്കിലും ആവാം. അപ്പൊ ഈ 3 മാസത്തിനുള്ളിൽ നമ്മൾ ഒരു 30 ആൾക്കെങ്കിലും, നമ്മൾ സ്വന്തമായിട്ട് ഒരു 30 പേർക്കെങ്കിലും എന്ത് ചെയ്തിരിക്കണം, പ്ലാൻ നമ്മൾ കൊടുത്തിരിക്കണം. അതിന് നമ്മുടെ കയ്യിൽ ലിസ്റ്റ് അല്ലെ, ആദ്യമായിട്ട് നമ്മൾ ഉണ്ടാക്കേണ്ട ലിസ്റ്റാണ്. ഇതിനെ കുറിച്ചൊക്കെ എല്ലാവർക്കും അറിയുന്നുണ്ടാവും. ലിസ്റ്റ് എങ്ങനെ മേക്ക് ചെയ്യണം, ഒരു ലിസ്റ്റ് കൊണ്ടുള്ള ഉപയോഗങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ. അങ്ങനെ നമ്മുടെ ലിസ്റ്റും നമ്മുടെ കൂടെ വന്നവരുടെ ഈ 3 മാസം കൊണ്ട് നമ്മൾ പേഴ്സണലായിട്ട് പ്രസന്റേഷൻ കൊടുക്കുന്നു, അതിലൂടെ അസോസിയേറ്റ് ചെയ്യുന്ന ആളുകൾ, ആ അസോസിയേറ്റ് ചെയ്ത ആളുകളുടെ ലിസ്റ്റ്, അവരിലൂടെ അസോസിയേറ്റ് ചെയ്യുന്ന ആളുകൾ, അങ്ങനെ എല്ലാവരും ചേർന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ടീമായിട്ട് അവിടെ മാറിയിട്ട് ആദ്യം നമ്മളൊരു 3 പേരെ കാണുന്നു, പിന്നെ ആ 3 പേര് പോയി ഒരു 10 പേരെ കാണുന്നു, ആ 10 പേര് പോയിട്ട് വലിയൊരു കൂട്ടമായിട്ട് മാറുന്നു. അപ്പൊ ഇങ്ങനെ നമുക്ക് ഒരുപാട് പേർക്ക് പ്ലാൻ കൊടുക്കാനായിട്ട് സാധിക്കണം. പിന്നെ നെക്സ്റ്റ് 5ാമതായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം, ബി ഇൻ ടച്ച് വിത്ത് യുവർ അപ്ലൈൻസ്. അതായത് നമ്മുടെ സ്പോൺസർഷിപ്പ് അല്ലെ, നമ്മുടെ തൊട്ട് മുകളിലുള്ള അപ്ലൈൻ, അവരുടെ മുകളിലുള്ള അപ്ലൈൻ, അങ്ങനെ നമ്മുടെ അപ്ലൈൻസുമായിട്ട് നമുക്ക് നല്ല ബന്ധം വേണം. നല്ലൊരു ഉറച്ച കമ്മ്യൂണിക്കേഷൻ ഇവരുമായിട്ട് നമ്മളിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു കൺസെപ്റ്റിൽ വലിയൊരു സ്ട്രെങ്ത് ഉണ്ടാക്കിയെടുക്കാനും ഗ്രോത്ത് ഉണ്ടാക്കിയെടുക്കാനും സാധിക്കും. കാരണം അപ്ലൈൻസുമായിട്ട് നമ്മൾ കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ പ്രശ്നങ്ങൾ പറയാനും അവർക്ക് അതിനുള്ള സൊല്യൂഷൻ തരാനും, അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു കൺസെപ്റ്റിൽ നമ്മളെ മോട്ടിവേറ്റ് ചെയ്ത് ഒരു മെന്റർ ആയിട്ട് നമ്മുടെ കൂടെ നിന്ന് ഇന്ന കാര്യങ്ങൾ ചെയ്യണം, അല്ലെങ്കിൽ ഇന്നതുപോലെ ചെയ്യണം, അവിടെ അത് ശ്രദ്ധിക്കൂ, ഇവിടെ ഇത് ശ്രദ്ധിക്കൂ, അല്ലെങ്കിൽ നമുക്കൊരു ഡൗട്ട് വരുന്ന സമയത്ത് അല്ലെ, നമ്മൾ പ്ലാൻ കൊടുക്കുന്ന ഒരു വ്യക്തി നമ്മളോട് കാര്യം ചോദിക്കും, നമുക്കതിനെ കുറിച്ച് അറിയില്ല, അപ്പൊ നമ്മൾ ആരെ വിളിക്കുക, നമ്മുടെ അപ്ലൈനെ വിളിക്കും അല്ലെ, എന്നോട് ഇങ്ങനെ ചോദിച്ചു, അപ്പൊ ഞാൻ അവിടെ എന്താ പറയേണ്ടത്, അല്ലെങ്കിൽ എന്താണ് അതിനുള്ള ഉത്തരം അല്ലെ, നമ്മൾ നമ്മുടെ അപ്ലൈനെ വിളിച്ച് ചോദിക്കുന്നു. അപ്പൊ അവര് നമുക്ക് അതിന് കൃത്യമായിട്ടുള്ള മറുപടി നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളത് നമുക്ക് പറഞ്ഞു തരും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ അപ്ലൈനിൽ നല്ല ഉറച്ച വിശ്വാസം നമുക്ക് വേണം അല്ലെ. നമ്മളെ കൊണ്ടുവന്ന വ്യക്തിയാണ്, അവരും ഈ ഒരു കൺസെപ്റ്റിൽ വിജയിക്കും, നമ്മളും അതുപോലെ വിജയിക്കും എന്ന് ഉറച്ചുകൊണ്ട് തന്നെ നമ്മളെ കൈ പിടിച്ച് ഈ ഒരു കൺസെപ്റ്റിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള വ്യക്തിയാണ്. അപ്പൊ അപ്ലൈൻ നമ്മൾ എന്തായാലും 100% നമ്മുടെ അപ്ലൈനെ നമ്മൾ വിശ്വസിച്ചിരിക്കണം, എങ്കിലാണ് നമുക്ക് ഈ ഒരു കൺസെപ്റ്റിൽ മുന്നോട്ട് പോകാൻ സാധിക്കുക. അവർ പറയുന്ന നിർദ്ദേശങ്ങളൊക്കെ സ്വീകരിച്ച് അതുപോലെ നമ്മൾ മുന്നോട്ട് പോകുന്ന സമയത്ത്, അല്ലെങ്കിൽ അവരുടെ സപ്പോർട്ടോട് കൂടിയാണ് നമ്മൾ ഈ ഒരു കൺസെപ്റ്റിൽ മുന്നോട്ട് പോകുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ അപ്ലൈൻ, അവരുടെ തൊട്ട് മുകളിലുള്ള അപ്ലൈൻ, അതായത് ഒരു SRനെ സംബന്ധിച്ച് അവരുടെ സെയിൽസ് എക്സിക്യൂട്ടീവ്, സെയിൽസ് ഡെവലപ്മെന്റ് എക്സിക്യൂട്ടീവ്, സെയിൽസ് മാനേജർ അല്ലെ, ഈ 3 ലീഡേഴ്സുമായിട്ടും നല്ലൊരു കണക്ഷൻ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. നമ്മുടെ ഡൗട്ടുകൾ ചോദിക്കാനും, അല്ലെങ്കിൽ നമുക്ക് ചെയ്യുന്ന കാര്യങ്ങൾ, എനിക്ക് അവിടെ അതറിയില്ല ഇതറിയില്ല, അതൊക്കെ നമുക്ക് പഠിച്ചെടുക്കാൻ, ഇവരുമായിട്ട് എന്ന് നമ്മളൊരു കോണ്ടാക്ട് ഉണ്ടെങ്കിൽ നമുക്ക് കുറെ കാര്യങ്ങൾ പഠിക്കാനും ഫാസ്റ്റ് ആയിട്ട് മുന്നോട്ട് പോകാനായിട്ടും സാധിക്കുന്നതാണ്. പിന്നെ 6ാമതായിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഡു ഇറ്റ് ദ റൈറ്റ് വേ. അതായത് ഇപ്പോൾ
നമുക്ക് ഓരോരുത്തർക്ക് ഇപ്പൊ നമ്മൾ ഇവിടെ പിക്ചർ നോക്കിയാൽ എഞ്ചിനീയർ ഉണ്ട്, ഡോക്ടർ ഉണ്ട്, അതേപോലെ തന്നെ അധ്യാപകരുണ്ട് അല്ലെ. അപ്പൊ ഇങ്ങനെ പല മേഖലയുണ്ട്. ഇപ്പൊ ഒരു ഡോക്ടറെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ആ ഒരു മേഖലയിലുള്ള അറിവ് വേണം. ആ അറിവും അതേപോലെ തന്നെ അദ്ദേഹത്തിന് കുറെ ടൂളുകൾ ഉണ്ട് അല്ലെ. ആ ടൂളുകളും ഉപയോഗിച്ചിട്ട് ആ ഒരു ഹോസ്പിറ്റലിന്റെ സിസ്റ്റം, ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുമ്പോൾ അവർക്കൊരു എത്തിക്സും ഒരു പ്രൊഫഷണൽ എത്തിക്സും അതേപോലെ തന്നെ അവിടെ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അത് കൃത്യസമയത്ത് അതിൻ്റെതായ രീതിയിൽ ചെയ്താൽ മാത്രമേ അവിടെ അവർക്ക് വിജയിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ആ മേഖലയായിട്ട് അവർക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുള്ളൂ. അതിനാദ്യം എന്ത് ചെയ്യുന്നു, അവരതിനെ കുറിച്ചുള്ള അറിവ് നേടിയെടുക്കുന്നു അല്ലെ. പെട്ടെന്ന് ഒരു ദിവസം പോയിട്ട് ഡോക്ടർ ആവാൻ പറ്റില്ല. നോളേജ് ആദ്യം ഉണ്ടാക്കിയെടുക്കുന്നു, അതിനുശേഷം പ്രാക്ടീസ് ചെയ്യുന്നു. പ്രാക്ടീസ് ചെയ്തിട്ടാണ് നല്ലൊരു ഡോക്ടറായിട്ട് മാറുന്നത് അല്ലെ. ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് കൊണ്ടാണ് അവർ നല്ലൊരു ഡോക്ടറായിട്ട് മാറുക. ഒരു വർഷം വർക്ക് ചെയ്തു അല്ലെങ്കിൽ 2 വർഷം വർക്ക് ചെയ്തു. ഇപ്പൊ നല്ല ഡോക്ടർക്കുള്ള അവാർഡൊക്കെ കിട്ടിയിട്ടുള്ള ആളുകളുണ്ടാവും. അവർ 1-2 വർഷം വർക്ക് ചെയ്തത് കൊണ്ടല്ല അതിൽ എക്സ്പെർട്ട് ആയിട്ടുള്ളത്. ഒരുപാട് വർഷം എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ടാണ്, എക്സ്പീരിയൻസ്ഡ് ആയിട്ട് ആ ഒരു മേഖലയിൽ നല്ലൊരു സേവനം അനുഷ്ഠിച്ചതിനാലാണ് അവർക്ക് എന്തുണ്ടായിട്ടുള്ളത്, ആ ഒരു അച്ചീവ്മെന്റ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അവിടെ ക്ഷമയോടുകൂടി കാത്തിരുന്നത് കൊണ്ടാണ്, ഒരു സിസ്റ്റം ഫോളോ ചെയ്തത് കൊണ്ടാണ്. ഒരു എഞ്ചിനീയറെ നോക്കുന്ന സമയത്ത് അവർക്കും ഒരു സിസ്റ്റം ഉണ്ട് അല്ലേ. അവർക്കും കുറെ ടൂൾ ഉണ്ട്, ഒരു സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റം പ്രകാരമാണ് അവര് മുന്നോട്ട് പോകുന്നത്. അതേപോലെ തന്നെ ഒരു ടീച്ചർ, അപ്പൊ ആ ടീച്ചറെ സംബന്ധിച്ചിട്ട് ടൂൾ ഉണ്ട്, അവർക്ക് ടെക്സ്റ്റ് ബുക്ക് ഉണ്ട് പഠിപ്പിക്കാൻ. അതുമായി ബന്ധപ്പെട്ട നോളേജ് വേണം. അതേപോലെ തന്നെ അവിടെ ഒരു സിസ്റ്റം ഉണ്ട് അല്ലേ. രാവിലെ ഇത്ര മണിക്ക് സ്കൂള് സ്റ്റാർട്ട് ചെയ്യുന്നു, 9 മണി മുതൽ 4 മണി വരെ 5 മണി വരെയൊക്കെ സ്കൂളിൽ പഠിപ്പിക്കുന്നു. ഇന്ന ക്ലാസ്സിൽ ഇന്ന സബ്ജക്ട് പഠിപ്പിക്കണം. ആ സബ്ജക്റ്റിന് നോളേജ് ഉണ്ട്, ഇന്ന പീരീഡുകൾ ഉണ്ട്. അതേപോലെ തന്നെ അവിടെ പഠിപ്പിക്കുന്ന സമയത്ത് ആ കുട്ടികളുടെ ആ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഗ്രോത്ത് എത്ര ഉണ്ട് എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യണം. എക്സാംസ് വെക്കണം അല്ലെ. അതേപോലെ തന്നെ ആ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇവന്റ്സ് ഒക്കെ വരുന്ന സമയത്ത് അതിന്റെ സെലിബ്രേഷനും കാര്യങ്ങളും കണ്ടക്ട് ചെയ്യണം. വെറുതെ പോയി ടീച്ചറാണെന്ന് പറഞ്ഞിട്ട് ഒരു ബുക്ക് കൊണ്ടുപോയി പഠിപ്പിച്ചിട്ട് വന്നാൽ പോരാ. അവിടെയും കുറെ കാര്യങ്ങൾ, അതും ആ സ്കൂളിലെ സിസ്റ്റപ്രകാരം അല്ലെങ്കിൽ ആ ഒരു മേഖലയിലുള്ള സിസ്റ്റത്തിലൂടെയാണ് അത് മുന്നോട്ട് പോകുന്നത്. അങ്ങനെ വേണം നമ്മൾ മുന്നോട്ട് പോകാനായിട്ട് അല്ലെ. അപ്പൊ ഏതൊരു മേഖല എടുത്ത് നോക്കുന്ന സമയത്തും എന്തുണ്ട്, അവിടെ ഒരു സിസ്റ്റം ഉണ്ട് വർക്ക് ചെയ്ത് മുന്നോട്ട് പോകാൻ. അപ്പൊ പക്ഷെ നമ്മൾ സിറ്റിക്കാട്ടിൽ അസോസിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ബുക്കോ അല്ലെങ്കിൽ എന്താ പറയാ കുറെ സാധന സാമഗ്രികളൊന്നും നമുക്ക് വർക്കിനായിട്ട് തന്നിട്ടില്ല അല്ലെ. കാരണം നമ്മൾ ഇവിടെ നിന്നുകൊണ്ട് അതെല്ലാം പഠിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഒരുപാട് ബുക്സ് നമുക്ക് വായിക്കാം, അതേപോലെ തന്നെ വീഡിയോസ് നമുക്ക് കാണാം. നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു സിസ്റ്റം നമ്മുടെ ടീം ഒളിമ്പിനുണ്ട്, കമ്പനിക്കും ഉണ്ട്. അപ്പോൾ ഈ സിസ്റ്റം നമ്മൾ കൃത്യമായിട്ട് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ നല്ല രീതിയിൽ തന്നെ ഈ ഒരു കൺസെപ്റ്റിൽ മുന്നോട്ട് പോകാൻ സാധിക്കും. ഏതൊരു മേഖല എടുത്ത് നോക്കിയാലും അവിടെ സിസ്റ്റം ഉണ്ട്. ആ ഒരു ശരിയായിട്ടുള്ള സിസ്റ്റം നമ്മുടെ കമ്പനിക്കും അതേപോലെ തന്നെ നമ്മുടെ ടീം ഒളിമ്പിനും നമുക്കൊരു സിസ്റ്റം തന്നിട്ടുണ്ട് അല്ലെ. നമ്മൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു വെൽക്കം നോട്ട് അയച്ചു തന്നിട്ടുണ്ടാവും. എനിക്ക് അയച്ചു തന്ന വെൽക്കം നോട്ട് ഞാൻ എന്താണെന്ന് അറിയാതെ, നമുക്കിതിൽ ജോയിൻ ചെയ്ത സമയത്ത് എന്താ സംഭവം എന്ന് അറിയില്ലല്ലോ, കുറെ എഴുതിയിട്ടുള്ള ഒരു കാര്യം അയച്ചു തന്നു. ഫോട്ടോസും വീഡിയോസും ഒക്കെ സേവ് ചെയ്ത് വെച്ചു. ഈ എഴുതിയിട്ട് അയച്ചു തന്നിട്ടുള്ള സംഭവം ഞാൻ പെട്ടെന്ന് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. പക്ഷെ പിന്നീട് ഒരു പാർട്ട്ണർ കൂടെ അസോസിയേറ്റ് ചെയ്ത സമയത്താണ് വോയിസിൽ ചെറിയൊരു ഡിസ്റ്റർബൻസ് ഉണ്ട്. ഹെഡ്ഫോണിന്റെ ആണ് തോന്നുന്നു. ഇപ്പൊ ഓക്കെ ആണോ? ഇപ്പൊ ഓക്കെയാണ് മാം. നമുക്കിവിടെ ഒരു സിസ്റ്റം ഉണ്ട് അല്ലേ. ആ സിസ്റ്റം നമ്മൾ ഫോളോ ചെയ്ത് വർക്ക് ഏതൊരു ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ M&M കമ്പനികളും സിസ്റ്റത്തിലൂടെ മുന്നോട്ട് പോയാൽ മാത്രമേ നമുക്ക് അവിടെ ഒരു സക്സസിലേക്ക് എത്താനായിട്ട് സാധിക്കും. അപ്പൊ അതിനായിട്ടുള്ള സിസ്റ്റം നമ്മുടെ ടീം ഒളിമ്പിൽ നമുക്ക് വന്നിട്ടുണ്ട്. അതായത് ഇത്ര പേർക്ക് ഡെയിലി പ്ലാൻ കൊടുക്കണം, ലിസ്റ്റ് മേക്ക് ചെയ്യണം, ട്രെയിനിങ്ങുകളെല്ലാം അറ്റൻഡ് ചെയ്യണം,
അല്ലേ? അപ്ലൈനുമായിട്ട് എന്നും കോണ്ടാക്ട് ചെയ്യണം, ഡൗൺലൈനുമായിട്ട് എന്നും കോണ്ടാക്ട് ചെയ്യണം. അങ്ങനെ പിന്നെ ഡൗൺലൈൻസിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മൾ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കണം. നമ്മൾ എന്താണോ പഠിക്കുന്നത്, എന്താണോ ചെയ്യുന്നത്, അതെല്ലാം നമ്മൾ ആർക്കും കൂടെ പഠിപ്പിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കണം. നമ്മുടെ ഡൗൺലൈൻ ആയിട്ട് വരുന്ന പാർട്ട്നേഴ്സിനും കൂടെ നമ്മൾ എത്തിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ അവർക്കും കൂടെ പറഞ്ഞു കൊടുത്ത് അവർക്കും ഒരു വരുമാനം നമ്മൾ വാങ്ങിച്ചു കൊടുക്കണം, അല്ലേ? ഇങ്ങനെ നമുക്കൊരു സിസ്റ്റം നമ്മുടെ ടീം ഒളിഞ്ച് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ ആ ഒരു സിസ്റ്റം മാത്രം മതി. നമ്മുടെ ഗ്രേറ്റ് ലീഡേഴ്സ് എല്ലാവരും നോക്കുന്നുണ്ട്. ഇപ്പൊ പൂജ മാമൊക്കെ 2 ആഴ്ച കൊണ്ടൊക്കെയാണ് ഓരോ റാങ്കുകൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. വെറും 2 ആഴ്ച കൊണ്ടൊക്കെ, 3 മാസം കൊണ്ടൊക്കെ ഈ പറയുന്ന 90 ഡേയ്സിനകത്തൊക്കെ എന്തായിട്ടുണ്ട്, സെയിൽസ് മാനേജർ എന്നുള്ള പോസ്റ്റിലൊക്കെ എത്തിയിട്ടുണ്ട്. സെക്കൻഡ് റാങ്കിൽ നിന്ന് 2 ആഴ്ച കൊണ്ടൊക്കെയാണ് മാം 3-ാമത്തെ റാങ്കിലൊക്കെ എത്തിയിട്ടുള്ളത്. അപ്പൊ അതേപോലെ തന്നെ നമുക്കറിയാം, നമ്മുടെ ജാൻസി മാം ആയാലും ശ്രീലക്ഷ്മി മാം ആയാലും പൂജ മാം ആയാലും അല്ലെ, ഒരുമിച്ച് അസോസിയേറ്റ് ചെയ്ത് ഒരു റാങ്കിൽ ഒരേപോലെ നിന്നിട്ടുള്ള വ്യക്തികളാണ്. അപ്പൊ എല്ലാം പാസ് ആയിട്ട് 2 വർഷം കൊണ്ട് 11-ാമത്തെ റാങ്കിൽ, അല്ലെങ്കിൽ 2.5 വർഷം കൊണ്ട് 11-ാമത്തെ റാങ്കിലൊക്കെ എത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം എന്തുകൊണ്ടാണ്? ഒരു സിസ്റ്റം ഫോളോ ചെയ്ത് വർക്ക് ചെയ്തുകൊണ്ടാണ്. അപ്പൊ നമ്മളും എന്ത് ചെയ്യുക, നമുക്ക് തന്നിട്ടുള്ള ആ ഒരു സിസ്റ്റം നമ്മൾ ഫിജി കാർഡിന് പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് നമ്മൾ എന്താണോ ഇവിടെ ചെയ്യേണ്ടത് ആ സിസ്റ്റം നമ്മൾ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു കൺസെപ്റ്റിൽ എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഗ്രോത്ത് നേടിയെടുക്കാനും നമ്മുടെ സ്വപ്നങ്ങളൊക്കെ നമുക്ക് സാക്ഷാത്കരിക്കാനും സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ ശരിയായ രീതിയിലാണോ നമ്മൾ ചെയ്യുന്നത് എന്നുള്ളത് നമ്മളൊന്ന് അനലൈസ് ചെയ്യുക, ഒന്ന് ചെക്ക് ചെയ്യുക. നമ്മുടെ സിസ്റ്റത്തിലൂടെയാണോ നമ്മൾ വർക്ക് ചെയ്യുന്നത്, അത് നമ്മളുടെ ഇഷ്ടപ്രകാരമാണോ നമ്മൾ വർക്ക് ചെയ്യുന്നത്? പിന്നെ നമുക്ക് ആ ഒരു സിസ്റ്റത്തിൽ നിന്ന് വ്യതിചലിച്ച് നമ്മളുടെ ഇഷ്ടത്തിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നതെങ്കിൽ നമുക്കൊരു ടൈം എടുക്കും, അല്ലെങ്കിൽ നമുക്ക് കുറച്ച് സ്ലോ ആയിട്ടാണ് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നത്. അല്ല, നമ്മൾ ഒരു സിസ്റ്റത്തിൽ നിന്നുകൊണ്ടാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മളൊരു സക്സസ്സിൽ എന്തായാലും എല്ലാവർക്കും എത്തിപ്പെടാനായിട്ട് സാധിക്കും. അപ്പൊ അതുകൊണ്ട് എല്ലാവരും നമ്മളുടെ ടീമിന്റെ അല്ലെങ്കിൽ കമ്പനിയുടെ സിസ്റ്റം, നമ്മുടെ ലീഡേഴ്സ് പറയുന്ന കാര്യങ്ങളിലൂടെ റൈറ്റ് വേയിൽ നമ്മൾ എന്ത് ചെയ്യാം, സഞ്ചരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമുക്കൊരു പാത അല്ലെ ഒരുക്കി തന്നിട്ടുണ്ട്, ആ പാതയിലൂടെ നമ്മൾ സഞ്ചരിക്കുക മാത്രമേ വേണ്ടൂ. ഒരു ലക്ഷ്യവും ആ ലക്ഷ്യത്തിലേക്ക് നമുക്കൊരു പാതയും, ലക്ഷ്യം നമ്മുടേതായിരിക്കും, ആ ലക്ഷ്യത്തിലേക്കുള്ള പാത ആര് തന്നിട്ടുണ്ട്? നമ്മുടെ ലീഡേഴ്സ് നമുക്ക് ഒരുക്കി തന്നിട്ടുണ്ട്. അവരനുഭവിച്ച അത്രയും കഷ്ടപ്പാടുകളൊന്നും ഇന്ന് നമ്മളെ സംബന്ധിച്ച് നോക്കുന്ന സമയത്തില്ല. അവര് അസോസിയേറ്റ് ചെയ്ത സമയത്ത് പ്രൊഡക്റ്റ് ഇല്ല, കമ്പനിയിൽ പറയത്തക്ക അച്ചീവ്മെന്റ്സോ ഡെവലപ്മെന്റ്സോ ഒന്നുമില്ല, എന്നിട്ടും അവർ ഈ ഒരു കൺസെപ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മളെ സംബന്ധിച്ച് നോക്കുന്ന സമയത്ത് കമ്പനിയുടെ കാര്യത്തിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും ഓക്കെയാണ്, പ്രൊഡക്റ്റിന്റെ കാര്യത്തിൽ എല്ലാം ഓക്കെയാണ്, നമുക്ക് കാണിച്ചു കൊടുക്കാനായിട്ട് അച്ചീവ്മെന്റ്സ് ഉണ്ട്, ലീഡേഴ്സ് ഉണ്ട്, അല്ലേ? അപ്പോ നമ്മുടെ ലീഡേഴ്സ് നമുക്കൊരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. ആ സിസ്റ്റത്തിലൂടെ നമ്മൾ സഞ്ചരിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ ഡ്രീംസിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ലക്ഷ്യങ്ങളിലേക്ക് എത്താനായിട്ട് നമുക്ക് സാധിക്കും. ഇനി 7-ാമതായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യം ഡു സം അച്ചീവ്മെന്റ്സ്. നമ്മൾ എന്ത് ചെയ്യുക, അച്ചീവ്മെന്റ്സ് ഉണ്ടാക്കിയെടുക്കുക. കാരണം നമ്മൾ ഇൻവൈറ്റ് ചെയ്യുന്ന ആളുകളിലേക്ക് നമ്മൾ പറയുന്ന സമയത്ത് അവർ നമ്മളോട് ചോദിക്കുന്നുണ്ടാവും, അല്ലേ, നിങ്ങൾ എന്ത് നേടി? അപ്പൊ ഈ 6 കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് ചെയ്താൽ മാത്രമേ 7-ാമത്തെ കാര്യത്തിലേക്ക്, ഒരു അച്ചീവ്മെന്റിലേക്ക് നമ്മൾ എത്തിച്ചേരുകയുള്ളൂ. അപ്പൊ അങ്ങനെ നമ്മൾ കുറച്ച് അച്ചീവ്മെന്റ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പരിശ്രമിക്കുന്നതിലൂടെ മാത്രമേ, അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ മാത്രമേ നമുക്ക് എത്താൻ പറ്റൂ. ഇപ്പൊ MC എന്ന് പറയുന്നത് ആദ്യം ചെയ്ത MC ആയിരിക്കില്ല ഒരു 5 MC കഴിഞ്ഞാൽ ചെയ്യുന്നുണ്ടാവുക. കാരണം അതവിടെ പ്രാക്ടീസ് ആയി, അപ്പൊ അതിന് ബെസ്റ്റ് ആയി, അല്ലേ? അപ്പൊ അങ്ങനെ നമ്മൾ ഇൻവിറ്റേഷൻ കൊടുത്താണ് നമ്മൾ അത് പഠിക്കുന്നത്. അതേപോലെ പ്രസന്റേഷൻ പറഞ്ഞാണ് നമ്മളത് പഠിക്കുന്നത്. ഫോളോ അപ്പ് നമ്മൾ ചെയ്താണ് നമ്മൾ പഠിക്കുന്നത്. പെട്ടെന്ന് ഒരു ദിവസം നമുക്കൊന്നും ശരിയായി എടുക്കാൻ പറ്റില്ല, പക്ഷെ നമ്മൾ ശ്രമിക്കുക, കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ അതിന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിലൂടെ നമുക്ക് അതിൽ ബെസ്റ്റായി മാറാനും ഒരു അച്ചീവ്മെന്റ് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. ഇപ്പൊ നമ്മുടെ കമ്പനി ഇപ്പൊ ഒരു അച്ചീവ്മെന്റ് ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മളെ തന്നെ പ്രൊമോട്ട് ചെയ്യാം, MC ആയിട്ട് നമ്മളെ പ്രൊമോട്ട് ചെയ്യാം. അല്ലെങ്കിൽ ഈ കമ്പനിയിൽ ഇപ്പൊ ചാലകഭാരതത്തിന് ഒരുപാട് പേർക്ക് സർട്ടിഫിക്കറ്റ് കിട്ടി, അതൊരു അച്ചീവ്മെന്റ് ആണ്. അതേപോലെ തന്നെ നമുക്ക് ഓരോരുത്തർക്കും ബെസ്റ്റ് പെർഫോമർ ആയിട്ട് മെഡലും കാര്യങ്ങളും കിട്ടുന്നുണ്ടെങ്കിൽ അതൊരു അച്ചീവ്മെന്റ് ആണ് നമ്മുടെ. അങ്ങനെ കുട്ടി അച്ചീവ്മെന്റ്സിൽ, ചെറിയ അച്ചീവ്മെന്റ്സിൽ നിന്നും നമ്മൾ വലിയ അച്ചീവ്മെന്റ്സിലേക്ക് പോവുക.
അതിന് എന്ത് ചെയ്യണം, നമ്മുടെ അപ്ലൈനുമായിട്ട് നമ്മൾ പ്ലാൻ ചെയ്യണം. നമ്മൾ ജോയിൻ ചെയ്ത സമയത്ത് എല്ലാവരും കൊടുക്കുന്ന റാങ്കാണ് സെയിൽസ് മാനേജർ. അല്ലെങ്കിൽ സെയിൽസ് മാനേജർ ആയിക്കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് ആ റാങ്ക് അങ്ങനെ കൊടുക്കുന്നത്? കാരണം പെർഫോമൻസ് ബോണസ് കിട്ടും അല്ലേ? നമ്മളൊരു മാസം 10,500 രൂപ നമുക്ക് വേറെ ബിസിനസ് എക്സ്പാൻഷൻ ബോണസ് അല്ലാതെ നമുക്ക് എക്സ്ട്രാ വരുമാനം കിട്ടുകയാണ്. അപ്പൊ ഒരു മാസം മിനിമം ഒരു 15,000 മുകളിൽ എന്തായാലും ഒരു സെയിൽസ് മാനേജർക്ക് എന്ത് കിട്ടും? വരുമാനം നേടിയെടുക്കാൻ പറ്റുന്ന ഒരു റാങ്കാണ് സെയിൽസ് മാനേജർ എന്ന് പറയുന്നത്. അപ്പൊ എല്ലാവരും ആഗ്രഹിക്കുന്നതാണ് സെയിൽസ് മാനേജർ എന്നുള്ള റാങ്ക് വെക്കാനായിട്ട്. അപ്പൊ നമുക്ക് ആദ്യം നമ്മളൊരു ഗോൾ സെറ്റ് ചെയ്യാം അല്ലെ. നമ്മൾ ഈ ഇത്ര ഡേറ്റിനുള്ളിൽ അല്ലെങ്കിൽ ഇത്ര ദിവസത്തിനുള്ളിൽ ഇത്ര ടൈമിനുള്ളിൽ നമുക്ക് ആ ഒരു അച്ചീവ്മെന്റിലേക്ക് അല്ല ആ ഒരു റാങ്കിലേക്ക് എത്തണം എന്ന് നമ്മൾ അപ്ലൈനുമായിട്ട് ഇരുന്നിട്ട് നമ്മൾ പ്ലാൻ ചെയ്യാം. പ്ലാൻ ചെയ്യാന്ന് പറയുമ്പോൾ നമുക്ക് ഇതേപോലെ തന്നെ ഒരു ഡേറ്റ് എഴുതി വെക്കാം. പിന്നെ ഡേറ്റിൽ എനിക്ക് ആ ഗോൾ അച്ചീവ് ചെയ്യണം, അതിന് ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, അത് നമ്മൾ പടിപടിയായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്ത് പഠിക്കുക. അങ്ങനെ ചെറിയ ചെറിയ അച്ചീവ്മെന്റ്സിൽ നിന്നും നമ്മൾ വലിയ അച്ചീവ്മെന്റ്സിലേക്ക് മാറും. അപ്പൊ നമ്മൾ ഫസ്റ്റ് എൻസി ചെയ്യുന്നു, നമ്മുടെ കമന്റും കാര്യങ്ങളൊക്കെ സ്റ്റാറ്റസ് വെക്കുന്നുണ്ടാവാം, സ്ക്രീൻഷോട്ടും കാര്യങ്ങളും അല്ലേ. അങ്ങനെ നമ്മളെ നോക്കിക്കാണുന്നവർക്ക് നമ്മുടെ അച്ചീവ്മെന്റ്സ് നമ്മളിങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുക. കാരണം പലരും ചോദിക്കുന്നത് നിങ്ങൾക്ക് എന്ത് കിട്ടി എന്നായിരിക്കും. അപ്പൊ അതിന് നമുക്കൊരു മറുപടി കൊടുക്കണമെന്നുണ്ടെങ്കിൽ അവരെ അവിടെ നിർത്തിക്കൊണ്ട് വേറെ ആളുകൾക്ക് ഇൻവിറ്റേഷൻ കൊടുത്ത് നമ്മളിവിടെ ഒരു അച്ചീവ്മെന്റ് ഉണ്ടാക്കി കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ചെറിയ ചെറിയ അച്ചീവ്മെന്റ്സിൽ നിന്ന് നമ്മൾ വലിയ അച്ചീവ്മെന്റിലേക്ക് പോകും. അങ്ങനെ അച്ചീവ്മെന്റ്സ് നമ്മൾ നേടിയെടുക്കുന്ന സമയത്ത് നമുക്ക് വലിയൊരു ഗ്രോത്ത് ഉണ്ടാവും. നമ്മുടെ ഒരുപാട് ലീഡേഴ്സ് ഒക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഓരോ പ്രോഗ്രാമിൽ ഇപ്പൊ ജിതിൻ സാറൊക്കെ ഒരു പ്രോഗ്രാമിൽ എന്താ പറയാ റാങ്ക് അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു അച്ചീവ്മെന്റ് മീറ്റിൽ സർട്ടിഫിക്കറ്റ് കിട്ടി, ആ സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്ത് റാങ്ക് അപ്ഡേറ്റ് ചെയ്യാനും സെയിൽ ഓപ്പൺ ചെയ്യാനൊക്കെ സാധിച്ചിട്ടുണ്ടെന്നുള്ളതൊക്കെ. അപ്പൊ അങ്ങനെ ഇപ്പൊ നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു അല്ലേ, എന്താ പറയാ തായ്ലൻഡ് ട്രിപ്പ്. അപ്പോൾ അതൊക്കെ അച്ചീവ് ചെയ്യുന്ന സമയത്ത്, അതൊക്കെ അച്ചീവ് ചെയ്യാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുന്ന സമയത്ത് നമുക്ക് അവിടെ എന്താണ് വരുമാനം വരുന്നു, നമ്മൾ കുറെ കാര്യങ്ങൾ പഠിക്കുന്നു, അല്ലെങ്കിൽ അത് അച്ചീവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്മൾ നേടിയെടുത്ത ഒരു അച്ചീവ്മെന്റ് കാണിച്ചു കൊടുക്കാൻ പറ്റുന്നു അല്ലേ. ഇപ്പൊ ചലവുകാരത്തിന് ഒരുപാട് പേർക്ക് സർട്ടിഫിക്കറ്റ് കിട്ടി ക്രൈറ്റീരിയ മാച്ച് ചെയ്ത സമയത്ത്, അതൊക്കെ അതിനുവേണ്ടി ശ്രമിച്ചു, അപ്പൊ അത് കിട്ടി, അപ്പൊ അതൊക്കെ നമ്മുടെ ഒരു അച്ചീവ്മെന്റ് ആണ്. അപ്പൊ അങ്ങനെ അച്ചീവ്മെന്റ്സിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് കുറച്ച് സിസ്റ്റം ഫോളോ ചെയ്തിട്ട് ഒരു അച്ചീവ്മെന്റ് വെച്ച് കാണിച്ചു കൊടുക്കാം. അപ്പൊ ഈ 6 കാര്യങ്ങൾ ഫോളോ ചെയ്യുന്നതുകൊണ്ട് നമുക്കൊരു അച്ചീവ്മെന്റിലേക്ക് എത്താനായിട്ട് സാധിക്കും. അതേപോലെ അച്ചീവ് ചെയ്തെടുക്കുന്ന സമയത്ത് നമുക്ക് ഈ ഒരു കൺസെപ്റ്റ് ആയിട്ട് നമുക്കൊരു ആത്മവിശ്വാസം വരും അല്ലേ. ആദ്യത്തെ ഒരു ഇൻവിറ്റേഷൻ കൊടുത്തു, ആ ഇൻവിറ്റേഷൻ കൊടുത്ത് ആരും നമ്മളിവിടെ മീറ്റിംഗ് ഒന്നും അറ്റൻഡ് ചെയ്തില്ല, പക്ഷെ അങ്ങനെ തുടരെ നമ്മൾ ഒന്നും പ്രതീക്ഷിക്കാതെ നമ്മളിങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കും. അങ്ങനെ കൊടുക്കുന്ന സമയത്ത് ഒരാള് മീറ്റിംഗ് അറ്റൻഡ് ചെയ്തു, ഒരു 5 പേർക്ക് പറഞ്ഞു, 5ാമത്തെ ആൾ അറ്റൻഡ് ചെയ്തപ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് വന്നു അല്ലേ. 4 പേര് അറ്റൻഡ് ചെയ്തില്ലെങ്കിലും ഒരാൾ എന്ത് ചെയ്തു, അറ്റൻഡ് ചെയ്തു. അപ്പൊ നമ്മുടെ ഇൻവിറ്റേഷൻ ശരിയാണ്, അതിന് നമുക്ക് ഈ ഒരു കൺസെപ്റ്റിൽ വിജയിക്കാൻ പറ്റുന്നൊരു കോൺഫിഡൻസ് വന്നു. നെക്സ്റ്റ് അവർ നമ്മളോട് അസോസിയേറ്റ് ചെയ്തു, അപ്പൊ നമുക്ക് കുറച്ചും കൂടെ കോൺഫിഡൻസ് ആയി. കാരണം ഒരു കൺസെപ്റ്റിൽ ഒരാളെ ജോയിൻ ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് എല്ലാവരും ബുദ്ധിമുട്ടായിട്ട് കരുതുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പൊ അതവിടെ നമുക്ക് എത്തിപ്പെടുന്ന സമയത്ത് നമുക്കൊരു സന്തോഷമായി. അപ്പൊ വീണ്ടും നമ്മുടെ വർക്ക് ടൈം കൂടി, നമുക്ക് കുറച്ചും കൂടെ സന്തോഷം വന്നു, നമ്മൾ കുറച്ചും കൂടെ കൂടുതലായിട്ട് പരിശ്രമിക്കാൻ തുടങ്ങി. അങ്ങനെ കൂടുതലായിട്ട് പരിശ്രമിക്കുന്നതിലൂടെ വീണ്ടും നമുക്ക് ഇതേപോലെ വേറെ ഒരാൾ മീറ്റിംഗിലേക്ക് ജോയിൻ ചെയ്തു, അവര് അസോസിയേറ്റ് ചെയ്തു, അപ്പൊ നമുക്ക് ഇൻകം കിട്ടി, അപ്പൊ നമുക്ക് വീണ്ടും ഒരു കരുത്തായി. ആ കരുത്ത് വീണ്ടും മുന്നോട്ട് പോകുന്നു അല്ലേ. അപ്പൊ നമുക്ക് അവർക്ക് കൂടെ വന്നവർക്ക് ഒരു വരുമാനം വാങ്ങിച്ചു കൊടുക്കണം എന്നുള്ള ഒരു ചിന്തയിൽ നമ്മൾ വീണ്ടും പ്രവർത്തിക്കുന്നു. അങ്ങനെ എന്ത് ചെയ്യുന്നു, നമ്മുടെ വലിയൊരു അച്ചീവ്മെന്റ്സിലേക്ക് മാറുന്നു. പക്ഷെ ഇതിന്റെ എല്ലാത്തിന്റെയും ബേസ് എന്ന് പറയുന്നത് ഒരു സിസ്റ്റമാണ്. ആ സിസ്റ്റം നമ്മൾ ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഇത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്. അപ്പൊ അങ്ങനെ എല്ലാവർക്കും നല്ലൊരു സിസ്റ്റം ഫോളോ ചെയ്യാൻ സാധിക്കട്ടെ.